യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. വാ മോളെ. അടിപൊളി വീടാണല്ലോ ആന്റി. വീടൊക്കെ അടിപൊളി തന്നെ, പക്ഷെ വാടക വീടാന്നേ ഉള്ളൂ. ഓ, അങ്ങനെയാണല്ലേ. അതെ മോളെ, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഞാൻ ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ സംസാരിക്കും, പക്ഷേ നീ അതിനെ എതിർത്ത് സംസാരിച്ചോണം. എന്നാലേ നിന്നോട് എല്ലാവർക്കും ഒരു മതിപ്പുണ്ടാവും. അതൊക്കെ ഞാൻ ഏറ്റു ആന്റി. ആന്റി നോക്കിക്കോ, ഇന്നത്തോടു കൂടി ഭാവനയും ഇവിടെയുള്ളവരെയും ഞാൻ കയ്യിലെടുക്കും. ഭാവനയുടെ തുടർ ചികിത്സയെ പറ്റിയും ഭാവന എങ്ങനെയൊക്കെ പരിചരിക്കണമെന്നും നിനക്കറിയാവുന്നത് പോലെയൊക്കെ പറഞ്ഞു കൊടുക്കണം. അതൊക്കെ ഞാൻ ബുദ്ധിപൂർവ്വം തന്നെ സംസാരിച്ചോളാം. ആന്റിയുടെ ഭാഗം നന്നായി പെർഫോം ചെയ്താൽ മതി. എന്നാ വാ. കുറച്ചുകൂടി കുടിക്കും മോളെ, ടാബ്ലറ്റ് കഴിക്കാനുള്ളതല്ലേ. കുറച്ചുകൂടി കുടിച്ചോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ, അസുഖം ഏതാവണ്ടേ. മായേ, അമ്മേ, ദേ ജയാന്റി വന്നു. വാ. ജയേ, പിന്നീട് എനിക്ക് ഹോസ്പിറ്റലിലേക്കൊന്നും വരാൻ പറ്റിയില്ല. അതൊന്നും സാരമില്ല, ജയ വന്നല്ലോ. ഇതാരാ ആന്റി, മനസ്സിലായില്ല. ആ, ഇതിന്റെ ഏട്ടന്റെ മോളാ മാനസ, ദുബായിന്ന് വന്നതാ. ഭാവനയ്ക്കിപ്പോ എങ്ങനെയുണ്ട് ഗായത്രി? എന്തേലും വ്യത്യാസം? ഒരു മാറ്റവും ഇല്ല ജയേ. ദൈവം തമ്പുരാൻ എന്റെ മോക്ക് എന്തിനാ ഇങ്ങനെ ഒരു വിധി കൊണ്ടുവന്ന് വെച്ചെന്ന് മനസ്സിലാവാത്തത്. ഇത് വിധിയൊന്നും അല്ല ഗായത്രി, വരുത്തി വെച്ചതാ സൂര്യയും ഭാവനയും കൂടി. എന്താ ആന്റി ഇത്? ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? പാവം ഭാവനയ്ക്ക് വിഷമാവില്ലേ? ഭാവന, നമ്മുടെ തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും സൂര്യ പറഞ്ഞെനിക്കറിയാം. ആന്റി ഇങ്ങനെ പലതും പറയും, അതൊന്നും മനസ്സിൽ വെക്കണ്ട, കേട്ടല്ലോ. ഞാനിതിന് വേറൊന്നും പറഞ്ഞില്ലല്ലോ മോളെ. അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെയാ സൂര്യ ഭാവനയെ കാണാൻ പോയത്. ഒടുവിൽ സംഭവിച്ചതോ? ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആന്റി, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ. ഭാവന, ധൈര്യമായിട്ടിരിക്കെ, എല്ലാം ശരിയാകും. ഇതിനേക്കാൾ ക്രിട്ടിക്കൽ സ്റ്റേജിലുണ്ടായിരുന്ന എത്രയോ പേര് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇതിപ്പോഴേ ഇതിനോടൊപ്പം ആയുർവേദം കൂടി നോക്കണം, എന്നാലേ പെട്ടെന്ന് ഫലം ഉണ്ടാവൂ. ഞാൻ സൂര്യയോട് പറയാം. അതിനിവിടെ സേതുവും മറ്റുള്ളവരും ഉണ്ട്, അവര് നോക്കിക്കോളും. എന്താ ആന്റി, സൂര്യ വേണം ഭാവനയ്ക്കൊപ്പം നിൽക്കേണ്ടത്. അതാണ് ഭാവനയ്ക്കും ഇഷ്ടം. ഭാവന, ആന്റി ഇതൊക്കെ പറയും. നിങ്ങളുടെ സൗഹൃദത്തിന്റെ ആഴം എത്രത്തോളം ആണെന്ന് സൂര്യ തന്നെ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. അതൊന്നും ആന്റിക്ക് മനസ്സിലാവില്ല. മായേച്ചി, എപ്പോഴും ഇങ്ങനെ അകത്ത് തന്നെ ഇരുത്താതെ മുറ്റത്തൊക്കെ കൊണ്ടുപോയി ഇരുത്തണം. അത്യാവശ്യം ശുദ്ധവായു കിട്ടുമ്പോ തന്നെ പകുതി ടെൻഷൻ മാറും. അങ്ങനെ ചെയ്യാം. ഭാനു അല്ലേ? അതെ. അഡ്മിഷനൊക്കെ എന്തായി? ഒന്നും ആയിട്ടില്ല ചേച്ചി. ഒക്കെ ശരിയാവും. എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലെ പല പ്രതിസന്ധികളും ഉണ്ടാവും. അത് നമ്മൾ നേരിട്ടല്ലേ പറ്റൂ. എന്തായാലും ഞാൻ ഇനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും.
അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ ഞാനും ചെയ്യാം. ആ ഭരത്തിന്റെ കാര്യവും സൂര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തിനാ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തത്? ഇവർക്കറിയാം എന്ത് ചെയ്യണോന്ന്. ആന്റി എന്തിനാ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നത്? ആന്റിയെ നിങ്ങൾക്കറിയാലോ, എന്തുണ്ടെങ്കിലും വെട്ടി തുറന്ന് പറയും. അതൊക്കെ സൂര്യയിലുള്ള സ്നേഹ കൂടുതലുണ്ടാ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അയ്യോ ഒന്നും വേണ്ട. എന്തായാലും ആയുർവേദ ചികിത്സയുടെ കാര്യം ഞാൻ സൂര്യയോട് പറയാം. ഇത്രയും വേഗം അത് ചെയ്യുന്നത് നന്നായിരിക്കും. ഡോക്ടറും ആയുർവേദ ചികിത്സയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടോ, അത് നല്ലതാ മായേച്ചി. ഒടിവിനും ചതവിനും ഒക്കെ വളരെ നല്ലതാ. പിന്നെ ഉള്ളില് നീര് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കോളും. ഞാനിതൊക്കെ പറയുന്നത് വെറുതെ ഒന്നല്ല. കുറച്ചൊക്കെ എനിക്ക് ആയുർവേദത്തെ കുറിച്ച് അറിയാം. നീ ഭാവനയെ കാണാനാണോ വന്നത്, അതോ ചികിത്സിക്കാനാണോ? അയ്യോ, ചികിത്സിക്കാൻ ഞാൻ ഡോക്ടറൊന്നും അല്ല. അറിയാവുന്ന കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. എന്നാ പറഞ്ഞത് മതി, വാ പോ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണ്ടി. ഭാവന, ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. സൂര്യ എന്നോട് പറഞ്ഞതിനേക്കാളും സുന്ദരിയാ നീ. ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നീ വരുന്നുണ്ടോ? വാ പോ. ശരി ആന്റി. ശരി. അമ്മേ, ആ ആന്റി ഇത് എന്ത് സാധനമോ? എന്നാണോ ഇവര് നന്നാവുന്നത്? ആ മോളുടെ അത്ര അനുകമ്പ പോലും എന്റെ മോളോട് അവർക്കില്ല. വിട്ടേക്കമ്മേ, അല്ലേലും ആന്റിയെ നമുക്കറിയില്ലേ. നീ കഞ്ഞി കൊടുക്ക. ആ, ഞാൻ വരാം. ദാ കഴിക്ക്. കഴിക്ക്.